നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഇയർ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന ടോപ്പിക്കാണ്. ഞാൻ ഹബീബ് റഹ്മാൻ, ഇൻസ്ട്രക്ടർ BBY ITI കൽപ്പകഞ്ചേരി. ഇൻട്രസ്റ്റ്. When we borrow or lend money, we pay or receive some additional amount in addition to the original amount is termed as interest. നമ്മൾ കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഒറിജിനൽ എമൗണ്ടിന് പുറമെ അടക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന അധിക തുകയെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ഐ. ഇത് ഐ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി നമ്മൾ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? I ഈസ് ഈക്വൽ ടു PNR. ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ I എന്നാൽ ഇൻട്രസ്റ്റ്, P എന്നാൽ പ്രിൻസിപ്പൽ, N എന്നാൽ പീരിയഡ് ഓഫ് ടൈം ഇൻ ഇയേഴ്സ്, R എന്നാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പെർസെൻറ്റേജ്. ഇനി I എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് പലിശ എന്ന് പറയുന്നു, പ്രിൻസിപ്പൽ എന്നാൽ മൂലധനം, പീരിയഡ് ഓഫ് ടൈം ഇൻ ഇയേഴ്സ് എന്ന് പറയാൻ കാലയളവ്, അത് വർഷത്തിലാണ് സൂചിപ്പിക്കാറ്. N എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശയുടെ നിരക്ക്, അത് R എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് പ്രിൻസിപ്പൽ അഥവാ മൂലധനം. ദി എമൗണ്ട് ബൊറോവഡ് ഓർ ലെൻറ്റ് ഈസ് കോൾഡ് ദി പ്രിൻസിപ്പൽ. നമ്മൾ കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്ന തുകയെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ മൂലധനം എന്ന് വിളിക്കുന്നു. ദി എമൗണ്ട് ബൊറോവഡ് ഓർ ലെൻറ്റ് ഈസ് കോൾഡ്. കടം കൊടുക്കുകയോ അല്ലെങ്കിൽ കടം വാങ്ങുകയോ ചെയ്യുന്ന തുകയെ. ഇറ്റ് ഡിനോട്ട്സ് ബൈ ദ ലെറ്റർ P. അത് P എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറ്. അടുത്തത് എമൗണ്ട്. ദ പ്രിൻസിപ്പൽ ആഡഡ് ടു ദി ഇൻട്രസ്റ്റ് ഈസ് കോൾഡ് എമൗണ്ട്. ദ പ്രിൻസിപ്പൽ ആഡഡ് ടു ദി ഇൻട്രസ്റ്റ് ഈസ് കോൾഡ് എമൗണ്ട്. പ്രിൻസിപ്പലുമായി ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് എമൗണ്ട്, അല്ലെങ്കിൽ പ്രിൻസിപ്പലും ഇൻട്രസ്റ്റും കൂടിയാൽ എമൗണ്ട് ആയി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ എ. എന്നുള്ള അക്ഷരം കൊണ്ടാണ് അത് സൂചിപ്പിക്കാറ്. ഇനി എങ്ങനെയാണ് നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കുന്നത്? Amount can be calculated by using this equation. A is equal to P plus I. A is equal to P plus I. ഇവിടെ P പ്രിൻസിപ്പൽ, I ഇൻട്രസ്റ്റ്, A എമൗണ്ട്. അപ്പോൾ എമൗണ്ട് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പലിനെ ഇൻട്രസ്റ്റ് കൊണ്ട് ആഡ് ചെയ്താൽ മതി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു A മൈനസ് P. എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പൽ മൈനസ് ചെയ്താൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഇവിടെ A എന്നാൽ എമൗണ്ട്, P എന്നാൽ പ്രിൻസിപ്പൽ ആൻഡ് I എന്നാൽ ഇൻട്രസ്റ്റ്. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ്. എന്താണ് സാധാരണ പലിശ? ഇൻട്രസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രിൻസിപ്പൽ P, പീരിയഡ് ഓഫ് ടൈം ഇൻ ഇയേഴ്സ് N, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R. Interest depends on three factors. First one principal, second one period, and third one rate. നമ്മുടെ ഈ ഇൻട്രസ്റ്റ് മൂന്ന് ഘടകങ്ങളെയാണ് ആശ്രയിക്കുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് പ്രിൻസിപ്പൽ അഥവാ മൂലധനം, നമ്മൾ നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ ചെയ്യുന്ന ആ ഒറിജിനൽ തുക, അതാണ് പ്രിൻസിപ്പൽ. പിന്നെ പീരിയഡ് ഓഫ് ടൈം ഇൻ ഇയേഴ്സ് N,
നമ്മൾ എത്ര കാലത്തേക്കാണ് നമ്മൾ പൈസ കടം വാങ്ങിയത് അല്ലെങ്കിൽ കടം കൊടുത്തത്, ഇതിനെയാണ് നമ്മൾ ആ കാലാവധി അല്ലെങ്കിൽ കാലയളവിനെയാണ് പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത്. സാധാരണ വർഷങ്ങളിലാണ്, ഇയേഴ്സിലാണ് അത് പറയാറ്. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ, പലിശ കൊടുക്കുമ്പോൾ അതിനൊരു നിരക്കുണ്ട്, വർഷത്തിൽ ഇത്ര ശതമാനം എന്ന നിരക്കിൽ എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ആർ എന്ന് പറയുന്നത് പലിശയുടെ നിരക്കാണ്, ഇൻട്രസ്റ്റിൻ്റെ നിരക്കാണ്. ഇനി എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്? When the interest is paid on the principal only. When the interest is paid on the principal only, it is called simple interest. നമ്മൾ ഇൻട്രസ്റ്റ് എന്താണ്? അത് പ്രിൻസിപ്പളിനെ മാത്രം ബാധിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ മൂലധനത്തിന്മേൽ മാത്രമാകുമ്പോൾ, പലിശ ഇൻട്രസ്റ്റ് മൂലധനത്തിന്മേൽ മാത്രമാകുമ്പോൾ അതിന് സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ സാധാരണ പലിശ എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ എത്രയാണോ ആ പൈസയുടെ മേലെ മാത്രമേ നമുക്ക് പലിശ കൊടുക്കേണ്ടതായുള്ളൂ എങ്കിൽ അത്തരം പലിശയെ നമുക്ക് എന്തെന്ന് പറയാം? നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയാം, സാധാരണ പലിശ എന്ന് പറയാം. അപ്പോൾ വെൻ ദി ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഓൺ ദി പ്രിൻസിപ്പൽ ഓൺലി, ഇറ്റ് ഇസ് കോൾഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഒരിക്കൽ കൂടി, നമ്മുടെ ഇൻട്രസ്റ്റ് മൂലധനത്തിന്മേൽ, പ്രിൻസിപ്പളിന്മേൽ മാത്രമാകുമ്പോൾ അത്തരം ഇൻട്രസ്റ്റിനെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നു. ഹൗ ടു കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ്? അപ്പോൾ നമുക്ക് ഇത്ര വർഷത്തേക്ക്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ്. ഇഫ് ആർ ഇസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, principal is 100, interest for 1 year is equal to 100 into 1 into r by 100. ഇപ്പോൾ r എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിൻ്റെ നിരക്കും 100 പ്രിൻസിപ്പൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഒരു വർഷത്തേക്ക് ഇൻട്രസ്റ്റ് ഫോർ 1 year is equal to 100 into 1 into r by 100. ഇനി ഫോർ 2 years 100 into 2 into r by 100. ഇനി ഫോർ 3 years 100 into 3 into r by 100. ഫോർ n years, ഇനി നമുക്ക് n years എത്ര വർഷം എന്ന് അറിയില്ല, എത്ര വർഷം നമുക്ക് എന്നിന് പകരം കൊടുക്കാം. ഫോർ n years 100 into n into r by 100. ഇങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയണം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ? നമുക്ക് കാലാവധി അറിയണം, അഥവാ എത്ര വർഷത്തേക്കാണ് പീരീഡ് ഓഫ് ടൈം, അത് നമുക്ക് അറിഞ്ഞിരിക്കണം. രണ്ടാമതായിട്ട് നമുക്ക് പ്രിൻസിപ്പൽ എത്രയെന്ന് അറിഞ്ഞിരിക്കണം. പ്രിൻസിപ്പൽ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം, നിരക്ക് അറിഞ്ഞിരിക്കണം. I is equal to PNR by 100. A is equal to P plus I. നമുക്ക് രണ്ടാമത് പറഞ്ഞ ഇക്വേഷനിൽ ഐക്ക് പകരം PNR by 100 എന്ന് ചേർത്ത് നോക്കാം. ദെൻ എ ഈസ് ഈക്വൽ ടു പി പ്ലസ് ഇൻറ്റു PNR by 100. ഐക്ക് പകരം PNR by 100 എന്നും എഴുതി. അപ്പോൾ രണ്ടിടത്ത് പി വന്നു, പി കോമൺ ആയി, പി പുറത്തേക്ക് എടുക്കുമ്പോൾ എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് NR by 100. I is equal to PNR by 100 എന്ന ഇക്വേഷനിൽ നിന്നും നമുക്ക് R, N, P എന്നിവ കണ്ടെത്താം. അപ്പോൾ ഏതെങ്കിലും 3 എണ്ണം അറിയുമെങ്കിൽ നാലാമത്തേത് കണ്ടുപിടിക്കാം. ഇപ്പോൾ I is equal to PNR by 100. അങ്ങനെയാണെങ്കിൽ R is equal to 100 into I divided by P into N. 100 into I whole divided by P into N. ഇനി N ആണ് കാണേണ്ടതെങ്കിൽ 100 into I whole divided by P into R. ഇനി P ആണ് കാണേണ്ടതെങ്കിൽ P is equal to 100 into I whole divided by R into N. N is always calculated in years. When N is given in months or days,
convert it into years. n എല്ലായ്പ്പോഴും വർഷത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. n മന്തിലോ ദിവസങ്ങളിലോ മന്തിലോ അല്ലെങ്കിൽ ഡേയ്സിലോ തന്നതെങ്കിൽ അല്ലെങ്കിൽ തരുമ്പോൾ അത് വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ, സാധാരണയായിട്ട് നമ്മൾ റേറ്റ് വർഷത്തിൻ്റെ കണക്കിലാണ് ഉണ്ടാവാറ്. പക്ഷേ ചില സമയങ്ങളിൽ ദിവസത്തിൻ്റെയും മാസങ്ങളുടെയും കണക്കിൽ പറയാറുണ്ട്. അത്തരം അവസരങ്ങളിൽ അത് വർഷത്തിൻ്റെ കണക്കിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ ഒരു എക്സാമ്പിൾ തരാം. 12 മാസമാണ് കണക്കെങ്കിൽ ശരിക്കും അതെന്താണ്, ഒരു വർഷം. ഇയർ ബേസിലാവുമ്പോൾ 1 ഇയർ, 12 months ഈക്വൽ ടു 1 ഇയർ. ഇനി 6 months ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ 6നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു വർഷത്തിൽ 12 മാസങ്ങളാണുള്ളത്. അതുകൊണ്ട് 12 എന്ന നമ്പർ കൊണ്ട് മന്തിനെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ 6 മാസം 6 months ഈക്വൽ ടു 6/12 ഇയർ. അതിന് നമുക്ക് 1/2 ഇയർ എന്ന് എഴുതാം. ഇനി 3 months ആണെങ്കിൽ 3/12 ഇയർ ഇസ് ഈക്വൽ ടു 1/4 ഇയർ. ഇനി നമുക്ക് തന്നിട്ടുള്ള n ഡേയ്സിലാണെങ്കിൽ ദിവസങ്ങളിലാണെങ്കിൽ എന്ത് ചെയ്യും, 146 ഡേയ്സ് ആണ് എക്സാമ്പിൾ. 146 ഡേയ്സ് ഇസ് ഈക്വൽ ടു 146 ഡിവൈഡഡ് ബൈ 365 ഇയർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡേയ്സിനെ നമ്മൾ 365, ഒരു വർഷത്തിൽ 365 ഡേയ്സാണുള്ളത്, ദിവസങ്ങളാണുള്ളത്. അതുകൊണ്ട് 365 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദിവസത്തെ എത്ര ദിവസമാണോ ഉള്ളത് ആ ദിവസത്തെ 365 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 146 ഡേയ്സ് എന്ന് പറയുമ്പോൾ 146 ഡേയ്സ് അല്ലേ. 146 ഡിവൈഡഡ് ബൈ 365 ഇയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5 ഇയർ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിമൽ ഇൻവെസ്റ്റഡ് ₹3,000 for 1 year at 7% per annum. Find the simple interest and the amount received by him at the end of 1 year. വിമൽ 3000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഒരു വർഷത്തേക്ക് 7% നിരക്കിൽ ഒരു വർഷത്തേക്ക് 3000 രൂപ വിമൽ ഇൻവെസ്റ്റ് ചെയ്തു. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് ദ എമൗണ്ട് റിസീവ്ഡ് ബൈ ഹിം അറ്റ് ദി എൻഡ് ഓഫ് 1 ഇയർ. ഒരു വർഷത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ ഒരു വർഷമാകുമ്പോൾ വിമലിന് കിട്ടുന്ന ഇൻട്രസ്റ്റും അതുപോലെ ടോട്ടൽ എമൗണ്ടും എത്രയെന്ന് കണ്ടെത്തുക. ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൽ നമുക്ക് ഇൻട്രസ്റ്റും കാണണം, അതുപോലെ തന്നെ എന്തും കാണണം, എമൗണ്ടും കാണണം. ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടും നമ്മൾ കണ്ടെത്തണം. അപ്പോൾ പ്രിൻസിപ്പൽ എത്രയാണ്? പ്രിൻസിപ്പൽ ഇസ് ഈക്വൽ ടു ₹3,000, 3000 രൂപയാണ് പ്രിൻസിപ്പൽ. ഇനി നമ്പർ ഓഫ് ഇയേഴ്സ്, കാലാവധി അല്ലെങ്കിൽ കാലയളവ്, n ഈസ് ഈക്വൽ ടു 1. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R ഈസ് ഈക്വൽ ടു 7%. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇൻട്രസ്റ്റ് കാണണം. ഇൻട്രസ്റ്റ് I ഈസ് ഈക്വൽ ടു PNR/100. അപ്പോൾ നമുക്ക് P അറിയാം, N അറിയാം, R അറിയാം. P എത്രയാ? 3000, N 1, ഒരു വർഷം, പിന്നെ R 7%. അപ്പോൾ 7% എന്ന് പറയുമ്പോൾ 7/100 എന്ന് എഴുതണം. അപ്പോൾ 3000 × 1 × 7 ഹോൾ ഡിവൈഡ് ബൈ 100, ദാറ്റ് ഈസ് 210 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയാണ്? 210. ഇനി നമ്മൾ കാണേണ്ടത് എമൗണ്ട് എത്രയാണെന്ന്. എമൗണ്ട് ഈസ് ഈക്വൽ ടു P+I. എമൗണ്ട് നമ്മളെപ്പോഴും P-യെ I കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എമൗണ്ട്. സോ എമൗണ്ട് A ഈസ് ഈക്വൽ ടു P+I. സോ 3000 + 210, 3000 + 210, ദാറ്റ് ഈസ് 3210. അപ്പോൾ 3210 ആണ് ടോട്ടൽ എമൗണ്ട് അല്ലെങ്കിൽ എമൗണ്ട് ആയിട്ട് അയാൾക്ക് കിട്ടുന്നത്. ഒരു വർഷത്തിന് ശേഷം അയാളെ കയ്യിൽ കിട്ടുന്ന പലിശയും അയാളുടെ പ്രിൻസിപ്പളും കൂടെ കൂട്ടി കിട്ടുന്ന തുകയാണ് 3210. എമൗണ്ട് റിസീവ്ഡ് ബൈ ഹിം ഈസ് ഈക്വൽ ടു ₹3,210.
Next question. Find the simple interest and the amount due on rupees 7,500 at 8% per annum for 1 year 6 months. നമ്മൾ എന്താണ് ഇവിടെ കണ്ടെത്തേണ്ടത്? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടെത്തുക അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കണ്ടെത്തുക. പിന്നെ എത്ര പൈസയാണ് അയാൾ? 8% നിരക്കിൽ 7,500 രൂപയാണ് കൊടുത്തിട്ടുള്ളത്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. 1 വർഷവും 6 മാസവുമാണ് കാലാവധി. അപ്പോൾ ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് ദി എമൗണ്ട് ഡ്യൂ ഓൺ 7,500, 7,500 രൂപയുടെ മേൽ ഉള്ള ഇൻട്രസ്റ്റും അതുപോലെ എമൗണ്ടുമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെ പ്രിൻസിപ്പൽ റുപ്പീസ് 7,500, 7,500 രൂപയാണ് പ്രിൻസിപ്പൽ. നമ്പർ ഓഫ് ഇയേഴ്സ് n ഇസിക്കൽ ടു 1 year and 6 months. ഇവിടെ 1 വർഷം 6 മാസവുമാണ് ഇവിടെ കാലാവധി. അതുകൊണ്ട് അതിനെ നമുക്ക് 6/12 years എന്ന് എഴുതണം. 6/12 years എന്ന് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇയറിലേക്ക് മാറി. അപ്പോൾ അത് ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 years. അപ്പോൾ 6/12 ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് 3/2 years എന്ന് എഴുതാം. ഇനി റേറ്റ് ഈസ് ഈക്വൽ ടു 8%. ഇൻട്രസ്റ്റ് വരുന്നത് I സമം PNR/100. അപ്പോൾ പി എത്രയാണ്? 7,500. n വരുന്നത് എത്രയാണ്? 3/2 years ഇൻറ്റു 8. 6 എന്ന് പറയുമ്പോൾ 8. അപ്പോൾ 7,500 ഇൻറ്റു 3/2 ഇൻറ്റു 8. ഇനി 100 കൊണ്ട് ഓൾ ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഈസ് 900 rupees. 900 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയി കിട്ടുന്നത്. ഇനി എമൗണ്ട് എത്രയായിരിക്കും? എമൗണ്ട് ഈസ് ഈക്വൽ ടു P പ്ലസ് I, ദാറ്റ് ഈസ് 7,500 പ്ലസ് 900. ദാറ്റ് ഈസ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഓൺ ഈസ് ഈക്വൽ ടു rupees 8,400. 8,400 rupees ആണ് ഞങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടുന്ന എമൗണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് 900 രൂപയും എമൗണ്ട് 8,400 രൂപയുമാണ് കിട്ടുന്നത്. Next question. Ravi borrowed rupees 4,000 on 7th June 2006 and returned it on 19th August 2006. Find the amount he paid if the interest is calculated at 5% per annum. Ravi borrowed. രവി എന്ത് ചെയ്തു? 4,000 രൂപ 2006 7th June മുതൽ 19th August 2006 വരെയുള്ള കാലയളവിൽ 4,000 രൂപ കടം വാങ്ങി. ഫൈൻഡ് ദി എമൗണ്ട് ഹി പെയ്ഡ് ഇഫ് ദ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് 5% പെർ ആന്യം. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5% നിരക്കിലാണെങ്കിൽ അയാൾ പെയ്ഡ് ചെയ്ത എമൗണ്ട് എത്രയാണെന്ന് കണ്ടെത്തുക. അപ്പോൾ അയാൾ കടം വാങ്ങിയത് 4,000 രൂപയാണ്. പിന്നെ അയാൾ ഈ 4,000 രൂപയുടെ മേലുള്ള ഇൻട്രസ്റ്റും ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് അയാൾക്ക് മൊത്തത്തിലുള്ള പൈസ അടയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ്. സോ ഇൻട്രസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ അറിയണം. പ്രിൻസിപ്പൽ ഈസ് 4,000 rupees. 4,000 രൂപയാണ് പ്രിൻസിപ്പൽ. പിന്നെ നമുക്ക് അറിയേണ്ടത് n അറിയണം, അതുപോലെ തന്നെ R അറിയണം. R ഈസ് ഈക്വൽ ടു 5%. അപ്പോൾ അത് രണ്ടുമായി. ഇനി വേണ്ടത് നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണെന്നാണ്. അപ്പോൾ n കണ്ടെത്തണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് കണ്ടെത്തണം, അതുപോലെ അത് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് ഇയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് June 7th ഇയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട്സ് ഫ്രം 7th June 2006 എന്നാണ്. അപ്പോൾ 7th June ആണെങ്കിൽ ഒരു ജൂണിൽ വരുന്ന ടോട്ടൽ ഡേയ്സ് എത്രയാണ്? 30. അപ്പോൾ 7th June ആയതുകൊണ്ട് 6 days അതിൽ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 30 - 6 ഈസ് ഈക്വൽ ടു 24 days. സോ ഇൻ ജൂൺ ദ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? 24. ഇനി ജൂലൈയിൽ ടോട്ടൽ ഡേയ്സ് 31 അല്ലേ? ജൂലൈയിൽ 31 ദിവസം മൊത്തമുണ്ട്. അപ്പോൾ ജൂലൈയിൽ മൊത്തം ദിവസം 31. ഇനി ആഗസ്റ്റിൽ 18 days. അതെങ്ങനെ കിട്ടി? 18 days എന്ന് പറയുമ്പോൾ അയാൾ ഇയാൾ റിട്ടേൺ ചെയ്യുന്നത് 19th August. അപ്പോൾ 19th August ഒഴിച്ച് 18th വരെയുള്ള ദിവസങ്ങൾ നമ്മൾ
ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 18 ഡേയ്സ് അതിൽ ഓഗസ്റ്റ് മാസത്തിൽ 18 ഡേയ്സ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 24 + 31 + 18 ടോട്ടൽ 73 ഡേയ്സ്. 73 ദിവസങ്ങളാണ് മൊത്തമുള്ളത്. ഇനി 73 ദിവസം 73 ഡേയ്സ് എന്ന് പറയുമ്പോൾ 73/365 365 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് ഇയറിലേക്ക് മാറ്റുമ്പോൾ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5 ഇയേഴ്സ്. സോ എമൗണ്ട് ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 + NR/100. P ഇൻറ്റു 1 + NR/100. That is equal to 4000 into 1 plus into 1 into 5 all divided by 5 into 100. That is equal to 4040 rupees. അപ്പോൾ 4040 രൂപയാണ് അയാൾക്ക് എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. Next question. Find the rate percent per annum when a principal of rupees 7,000 earns a simple interest of 1,680 in 16 months. Find the rate percent. നമ്മൾ കാണേണ്ടത് റേറ്റ് ആണ്. എത്ര പെർസെൻ്റ് ആണ് ഇയാളുടെ റേറ്റ്? ഒരു വർഷത്തിൻ്റെ കണക്കിൽ എത്ര ശതമാനമാണ് ഇയാൾ ഇവിടെ ഉള്ളത് എന്ന് നമ്മൾ കണ്ടെത്തണം. പിന്നെ പ്രിൻസിപ്പൽ ഓഫ് rupees 7,000 earns സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് rupees 1,680. ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്നത് 1,680. അപ്പോൾ 1,680 രൂപ, 7,000 രൂപയ്ക്ക് 1,680 രൂപ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് 16 മാസത്തേക്ക്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേറ്റ് എത്രയാണ് ചോദ്യം. അപ്പോൾ ഇവിടെ കണ്ടെത്തേണ്ടത് റേറ്റാണ്, ഇൻട്രസ്റ്റിൻ്റെ റേറ്റാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, അതുപോലെ N അഥവാ നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ 16 months ആണ് നമുക്ക് കാലാവധി, ടൈം ഓഫ് പീരിയഡ് തന്നിട്ടുള്ളത്. അപ്പോൾ പ്രിൻസിപ്പൽ ഇസ് ഈക്വൽ ടു rupees 7,000. N is equal to 16 months. That is equal to 16/12 years. That is equal to again 4/3 years. അപ്പോൾ നമുക്ക് N എത്രയാണ്? 4/3 years. ഇനി I is equal to, it is given, I is given is equal to 1,680. 1,680 1,680 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 1,680 രൂപയാണ് ഇൻട്രസ്റ്റ്. R എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ R is equal to 100 into I all divided by P into N. So 100 into 1,680 all divided by 7,000 into 4/3. That is 18. അപ്പോൾ 18 എന്നുള്ള നമ്പറാണ് നമുക്ക് റേറ്റിൽ കിട്ടുന്നത്. 18% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. Ramani invested rupees 5,000 for 2 years at 11% per annum. Find the simple interest and the amount received by him at the end of 2 years. രമണി 5,000 രൂപ 2 വർഷത്തേക്ക് 11% നിരക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. രണ്ട് വർഷത്തിന് ശേഷം രമണിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റും അതുപോലെ ടോട്ടൽ എമൗണ്ടും എത്രയാണെന്ന് കണക്കാക്കുക. ഇവിടെ പ്രിൻസിപ്പൽ P is equal to 5,000 rupees 5,000. നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? കാലാവധി അഥവാ കാലയളവ് 2 വർഷം 2 years. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശയുടെ നിരക്ക് 11%. ഇൻട്രസ്റ്റ് I is equal to PNR/100. സോ നമ്മൾ So 5,000 into 2 into 11/100. ഇവിടെ 5,000 എന്ന് പറയുന്നത് P, 2 എന്ന് പറയുന്നത് N, 11 എന്ന് പറയുന്നത് R. So 5,000 into 2 into 11
all divided by 100, that is 1100. ഇവിടെ പലിശ കിട്ടുന്നത് ഇൻട്രസ്റ്റ് I is equal to rupees 1100. ഇനി എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. എമൗണ്ട് ടോട്ടൽ എമൗണ്ട് is equal to P plus I. P is equal to 5000 and I is equal to 1100. 5000 plus 1100. Amount received by him A is equal to 6100. Find the simple interest and the amount due on rupees 6750 for 290 days at 10% per annum. Find the simple interest, സാധാരണ പലിശ കണ്ടെത്തുക, and amount due on 6750 രൂപയ്ക്ക് 219 ദിവസത്തേക്ക് 10% നിരക്കിൽ എത്ര സാധാരണ പലിശ ഉണ്ടായിരിക്കും? ഇത് കണ്ടെത്തുക. Find the simple interest and the amount due on rupees 6750 for 219 days at 10% per annum. 6750 രൂപയ്ക്ക് 219 ദിവസത്തേക്ക് 10% നിരക്കിൽ എത്ര സാധാരണ പലിശ ഉണ്ടായിരിക്കും? ഇവിടെ 219 ദിവസമാണ് കാലയളവ് തന്നിട്ടുള്ളത്. നമുക്ക് കാലയളവ് വർഷത്തിൻ്റെ കണക്കിൽ കൺവേർട്ട് ചെയ്യണം. വർഷത്തിലേക്ക് ഈ ഡേയ്സിനെ വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ പ്രിൻസിപ്പൽ P is equal to 6750 രൂപ. നമ്പർ ഓഫ് ഇയേഴ്സ് N is equal to 219 days, 219 days, 219 ദിവസമാണ് കാലയളവ് തന്നിട്ടുള്ളത്. അത് നമുക്ക് വർഷത്തിലേക്ക് മാറ്റുമ്പോൾ 219 ഡിവൈഡഡ് ബൈ 365, 365, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5 ഇയർ. 219 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/5 വർഷമായി കണക്കാക്കാം. ഇനി R, നമുക്കിവിടെ R തന്നിട്ടുണ്ട്, നിരക്ക് തന്നിട്ടുള്ളത് 10%. സോ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR ഡിവൈഡഡ് ബൈ 100. ഹിയർ P എന്നത് 6750, N 3 വർഷം, 3/5, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, 3/5. R എന്ന് പറയുന്നത് 10. സോ PNR by 100, ദാറ്റ് ഈസ് 6750 ഇൻറ്റു 3 ഇൻറ്റു 10 or divided by 5 into 100. So the I is equal to, it is got as 405, 405 രൂപയായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും പ്രിൻസിപ്പലിനെ നമ്മൾ ഇൻട്രസ്റ്റുമായിട്ട് കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്, ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. പ്രിൻസിപ്പലിനെ ഇൻട്രസ്റ്റുമായി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടുന്നു. സോ 6750, ഇവിടെയുള്ള പ്രിൻസിപ്പൽ 6750 പ്ലസ് 405, ഇൻട്രസ്റ്റ് 405, എമൗണ്ട് ഡ്യൂ ഓൺ റുപ്പീസ് 7155, 6750 പ്ലസ് 405, 7155. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 405 രൂപ. ടോട്ടൽ എമൗണ്ട് ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ 6750 പ്ലസ് 405, 7155 രൂപ. Vijayan invested rupees 10,000 at the rate of 5% simple interest per annum. He received rupees 11,000 after some years. Find the number of years. വിജയൻ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. എത്ര ശതമാനം നിരക്കിൽ? 5% നിരക്കിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു.
അയാൾക്ക് കിട്ടുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് 11,000 രൂപ കിട്ടി. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇയേഴ്സ്. എത്ര വർഷത്തേക്കാണ് ഈ ഡ്യൂറേഷൻ ഉണ്ടായതെന്ന് കണ്ടെത്തുക. ഇയാളുടെ പേഴ്സൻറ്റേജ് 5%, നിരക്ക് പലിശ നിരക്ക് 5%. ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തത് 10,000 രൂപയാണ്. നമുക്ക് കാണേണ്ടത് ഈ 11,000 രൂപ 5 വർഷത്തിന് ശേഷം കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ 5 വർഷമല്ല, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 11,000 രൂപ കിട്ടിയെങ്കിൽ അയാളുടെ എത്ര വർഷമാണ് അയാളുടെ ഡ്യൂറേഷൻ ഉണ്ടായിരുന്നത്? എ ഇസ് ഈക്വൽ ടു 11,000. ടോട്ടൽ എമൗണ്ട് എ ഇസ് ഈക്വൽ ടു 11,000, പി 10,000, 10,000, ആർ 5%. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐ ഈസ് ഈക്വൽ ടു എ മൈനസ് പി. എ എന്ന് പറയുമ്പോൾ എന്താണ്? എ എന്ന് പറയുമ്പോൾ ടോട്ടൽ എമൗണ്ട് ആണ്. അതുപോലെ പി എന്ന് പറയുന്നത് പ്രിൻസിപ്പലാണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട്, കിട്ടിയ എമൗണ്ട് 11,000 രൂപയാണ്. ഈ 11,000 രൂപയിൽ നിന്ന് നമ്മൾ പ്രിൻസിപ്പൽ മൈനസ് ചെയ്യുമ്പോൾ അയാൾ കിട്ടിയ ഇൻട്രസ്റ്റ് കിട്ടുന്നു. എത്രയാണ് ഇൻട്രസ്റ്റ് നമുക്ക് കണക്കാക്കാം. നേരത്തെ പറഞ്ഞ പോലെ എ ഇസ് ഈക്വൽ ടു പി പ്ലസ് ഐ എന്ന് കണക്കാക്കുമ്പോൾ ഐ ഇസ് ഈക്വൽ ടു എ മൈനസ് പി എന്നും നമുക്ക് പറയാം. ഇതിൽ നിന്നും എ മൈനസ് പി ഐ എന്ന് കണ്ടെത്താം. സോ ഐ എന്ന് പറയുന്നത് എ മൈനസ് പി, ദാറ്റ് ഈസ് 11,000 മൈനസ് 10,000, ദാറ്റ് ഈസ് റുപ്പീസ് 1,000. 1000 രൂപയാണ് ഉണ്ടാവുന്നത്. n is equal to 100 into I all divided by PR. So number of years is equal to 100 into 1000 all divided by 10,000 into 5. So that is equal to 2 years. So total number of years is equal to 2 years. Next question. A sum of money triples itself at 8% per annum over a certain time. Find the number of years. ഒരു നിശ്ചിത കാലയളവിൽ 8% നിരക്കിൽ മണി അല്ലെങ്കിൽ പണം 3 ഇരട്ടിയായി മാറുന്നു. 3 മൾട്ടിപ്പിൾ ചെയ്യുന്നു, പണം 3 ഇരട്ടിയായി മൾട്ടിപ്പിൾ ചെയ്യുന്നു. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇയേഴ്സ്. എത്ര വർഷത്തേക്കാണ് കാലയളവ് എത്രയെന്ന് കണ്ടെത്തുക. എ സം ഓഫ് മണി ട്രിപ്പിൾസ് ഇറ്റ് സെൽഫ് അറ്റ് 8% പെർ ആന്യം ഓവർ എ സെർട്ടൻ ടൈം. നിശ്ചിത കാലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത മണി 3 ഇരട്ടിയായി മാറുന്നു. നിശ്ചിത കാലത്തേക്ക് 3 ഇരട്ടിയായി മാറുന്നു 8% നിരക്കിൽ. അതുകൊണ്ട് കാലയളവ് എത്രയെന്ന് കണ്ടെത്തുക. ഇവിടെ നമുക്ക് പ്രിൻസിപ്പൽ പി എന്ന് കൊടുക്കാം. പ്രിൻസിപ്പൽ പി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ കൊടുക്കാം. എമൗണ്ട് എത്രയാണ്? ട്രിപ്പിൾ ദി പ്രിൻസിപ്പൽ. നമുക്ക് അവസാനം കിട്ടുന്ന എമൗണ്ട് പ്രിൻസിപ്പലിൻ്റെ 3 ഇരട്ടിയാണ്. സോ ദാറ്റ് ഇസ് എമൗണ്ട് ഈസ് ഈക്വൽ ടു, നമുക്ക് അങ്ങനെ എഴുതാം, എമൗണ്ട് ഈസ് ഈക്വൽ ടു ₹3 ഇൻറ്റു പി എന്ന് നമുക്ക് എഴുതാം. ഇപ്പോൾ ആർ 8%മാണെന്ന് തന്നിട്ടുണ്ട്. n ഈസ് ഈക്വൽ ടു എത്ര? n ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്കറിയാം I ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എ മൈനസ് പി. A is equal to 300 minus P. P is equal to 100. So 200. I is equal to 200. So N is equal to 1001 divided by P into R. That is 100 into 200. ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 8. 100 ഇവിടെ ഐ എന്ന് പറയുന്നത് 200 ആണ്. ഇവിടെ നമ്മൾ ഐ ഇസ് ഈക്വൽ ടു എ മൈനസ് പി. 300 നിന്നും 100 കുറച്ചാൽ 200.
അങ്ങനെ നമ്മൾ n കണ്ടെത്തി. n is equal to 200/8, that is equal to 25. So number of years is equal to 25.